نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പരാതികളും പരിഭവങ്ങളും ഇല്ലാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഇല്ല. ഒരുപാട് ആളുകളെ കുറിച്ച് പലപ്പോഴും നമുക്ക് പരാതിയുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ച് മക്കളെ കുറിച്ചായിരിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കുറിച്ചുള്ള പരാതികൾ ഉണ്ടാകാം. മേലാധികാരികളായിരിക്കുന്ന ആളുകളെ കുറിച്ച്, ഭരണാധികാരികളായിരിക്കുന്ന ആളുകളെ കുറിച്ച് ഒക്കെ പരാതികൾ ഉണ്ടാകും. ഈ പരാതികളൊക്കെ പലപ്പോഴും നമ്മൾ പലരുമായും പങ്കുവെക്കുന്നവരും പറയുന്നവരുമാണ്. പരസ്പരം സങ്കടങ്ങളും പരാധീനതകളും പരിഭവങ്ങളും ഒക്കെ പറയുമ്പം തെല്ലൊരാശ്വാസം കിട്ടും എന്നൊരു തോന്നലാണ് ചില ആളുകൾക്ക് ഈ രൂപത്തിലൊക്കെ പരാതിപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, പരാതികളും പരിഭവങ്ങളും ഇല്ലാത്തവരല്ല, പക്ഷെ ആരോടും പറയാതെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവസാനം മാനസികമായിരിക്കുന്ന വിഭ്രാന്തിയോടുകൂടെ ഡിപ്രഷനിൽ അകപ്പെട്ട് അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മൾ പരസ്പരം പറയുമ്പോ, മറ്റുള്ള ആളുകളുമായി പങ്കുവെക്കുമ്പോ നാമൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന പരാതിക്ക് പരിഹാരമുണ്ടാക്കാൻ ഇവരെ കൊണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാശ്വാസത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ, അങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാതി പറയാറുള്ളത്. പക്ഷെ പലപ്പോഴും പരാതിയായി നമ്മൾ ഏറ്റവും അടുത്ത ആളുകളോട് പല പരിഭവങ്ങളും പറയുമ്പം അവരൊന്നും അതിന് വേണ്ടതുപോലെ വില കൽപ്പിക്കാതെ അവജ്ഞയോടുകൂടെ തള്ളിക്കളയുന്നത് നമ്മുടെ പ്രയാസങ്ങൾ അധികരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാകുന്നില്ല. നാം പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ പ്രയാസങ്ങളുടെ വലിപ്പം അതവർക്ക് ബോധ്യപ്പെടുന്നില്ല. അതിന്റെ കാരണം അവരുടെ പ്രശ്നമല്ല, നേരെ മറിച്ച് നമ്മെ കൃത്യമായി അറിയുവാനും നമ്മുടെ സങ്കടങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇവിടെയാണ് സത്യവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ എടുക്കേണ്ട നിലപാടിനെ കുറിച്ച് കൃത്യതയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പരാതി പറയാൻ തീർച്ചയായും നമ്മെ അറിയുന്ന, പരാതി പരിഹരിക്കാൻ കഴിയുന്ന, പ്രശ്നങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ പരാതി. അങ്ങനെയുള്ള ഒരുവൻ സിട്ടാവായിരിക്കുന്ന റബ്ബല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ സങ്കടങ്ങളെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കി പരിഹരിക്കേണ്ട കാര്യങ്ങളെ കൃത്യതയോടുകൂടെ പരിഹരിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫുസ് സൂ, കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടതകൾക്ക് അവരുടെ പ്രയാസങ്ങളിലൂടെ അവർ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ വിളിക്കുകയാണെങ്കിൽ ആ പ്രയാസങ്ങൾക്ക്, ആ വിളിയാളങ്ങൾക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ വയക്ഷിഫുസ് സൂ, പരാതികളെ അല്ലെങ്കിൽ വിപത്തുകളെ നീക്കം ചെയ്യുന്നവനും റബ്ബ് മാത്രമാണ്. അതല്ലാതെ മറ്റാരാണ് നിങ്ങൾക്ക് റബ്ബുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പരിഭവങ്ങളും നമുക്കുണ്ടോ, സ്വാഭാവികമായും അതുണ്ടാകും. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാ സമയത്തും ഹൈറും അതുപോലെ തന്നെ സന്തോഷവും അതുപോലെ തന്നെ ആനന്ദങ്ങളും മാത്രമല്ല, നേരെ മറിച്ച് സുഖങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമായിരിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് നൽകിയത്. അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗപ്രവേശനം മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. അതിനുവേണ്ടിയാണല്ലോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ കഷ്ടപ്പെടുന്നത്. എന്തായിരുന്നാലും ശരി, ഈ കഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നിറഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ എല്ലാം അറിയുന്ന റബ്ബിലേക്ക് തിരികെയല്ലാതെ മറ്റു മാർഗമില്ല. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ചോ നോക്കി നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ എല്ലാം ഉണ്ടായിട്ടും ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കുന്ന നല്ല ഉയർച്ച നമുക്കുണ്ടാകാം, ജീവിത സൗഭാഗ്യങ്ങൾ ഓരോ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം നമുക്കുണ്ട്. പക്ഷേ മനസ്സമാധാനം കിട്ടുന്നില്ല. നേരെ മറിച്ച് ദുഃഖങ്ങളാണ്, സങ്കടങ്ങളാണ്. ഒറ്റയ്ക്കിരുന്ന് അല്പനേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ തന്റെ ജീവിതത്തെ കുറിച്ച്, താൻ സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ദുഃഖങ്ങളും വിഷമങ്ങളും മാത്രമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം നാം ചെയ്തു കൊടുക്കേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നു. നാം സ്നേഹിക്കുന്ന പോലെ നാം അവരെ സ്നേഹിക്കുന്നു എന്ന തോന്നലുകൾ നമുക്കുണ്ടാകുന്നു. പക്ഷെ തിരികെ സ്നേഹം കിട്ടുന്നില്ല, തിരികെ പരിഗണന കിട്ടുന്നില്ല. അതുപോലെ തന്നെ താൻ ആഗ്രഹിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. കഷ്ടതകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകേണ്ടവരല്ല വിശ്വാസി. നേരെ മറിച്ച് ഏതു പരാജയത്തിന്റെ വേളയിലും അങ്ങേയറ്റത്തെ ഊർജത്തോടുകൂടെ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മുന്നേറേണ്ടവനാണ്. അത് അവൻ ലഭിക്കുന്നത് ഈമാനികമായിരിക്കുന്ന ഊർജത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന വിശ്വാസത്തിന്റെ മാതൃകയാകുന്ന പ്രവാചകന്മാരുടെ ജീവിതം മാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടനേകം ഉദാഹരണങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടായി, പ്രവാചകരെ, ഈ ദുനിയാവിൽ ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്നത് ആരാണ്? പാപികളായിരിക്കുന്ന ആളുകളാണോ? റബ്ബിനോട് നന്ദി കെട്ടവരായിരിക്കുന്ന ആളുകളാണോ? അവിശ്വാസികളായിരിക്കുന്ന ആളുകളാണോ? പ്രവാചകരെ, ഈ ദുനിയാവിൽ ഏറെ കഷ്ടത അനുഭവിക്കുന്നവര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അൽ അംബിയാ, അല്ലാഹുവിന്റെ നബിമാരായിരിക്കുന്ന ആളുകളാണ്, പ്രവാചകന്മാരാണ്. പിന്നീട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഈമാനികമായി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന തൊട്ടു താഴെയുള്ള ആളുകളാണ്, അതിനുശേഷം ആളുകളാണ് എന്നാണ്. റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ പരീക്ഷിക്കും. എന്തിനു വേണ്ടി? അവന്റെ ഈമാനെ പരീക്ഷിക്കാൻ വേണ്ടി, അവന്റെ സ്വബറിനെ, ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടി, അവന്റെ നിലപാടുകളെ പരീക്ഷിക്കാൻ വേണ്ടി, അവന്റെ തഖ്വയെ പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിരന്തരമായി അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പതറാൻ പാടില്ല സഹോദരങ്ങളെ, നമ്മൾ പതറാൻ പാടില്ല. നമ്മുടെ ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതിന് ആവേശം നൽകുന്ന ഒട്ടനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. മഹാനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം സുന്ദരമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. നോക്കൂ നിങ്ങൾ, തനേറെ ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ മകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറുപ്രായത്തിൽ തന്നെ അവന്റെ സഹോദരങ്ങളാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് അറിയാം തന്റെ മക്കൾ തന്നെയാണ് തന്റെ മകനെ ഇല്ലായ്മ ചെയ്തത്, നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നറിയാം. സങ്കടമായിരുന്നു
പറയുമായിരുന്നു. ഒരു സ്വന്തം മകൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കടമായിരിക്കും നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. മരണപ്പെട്ടു പോകുന്ന സമയത്താണെങ്കിൽ പോലും വലിയ സങ്കടമാണ്. മരിച്ചിട്ടില്ല, പക്ഷേ നഷ്ടപ്പെട്ടു, കാണാനില്ല എന്നുണ്ടെങ്കിലോ ഒരിക്കലും നമുക്ക് ആലോചിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത ആ രൂപത്തിലുള്ള സംഗതിയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ പ്രയാസപ്പെട്ടു. കാലം കഴിഞ്ഞുപോയി. പിന്നീട് അതേ മക്കളിലൂടെ താൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു മകനെയും ബിന്യാമീനെയും നഷ്ടപ്പെടുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പരാതി പറയുന്നതാണ്. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിരിക്കുന്ന ആയത്ത്. ഖാല, അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. അദ്ദേഹം പറയാണ്, ആരോട് പറയാനാ? വഞ്ചനയെക്കുറിച്ച്, അതുപോലെ നഷ്ടത്തെക്കുറിച്ച് ആരോട് പറഞ്ഞിട്ട് എന്തു നേടാനാണ്? പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം സങ്കടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് നിങ്ങൾക്കറിയുമോ? ഒരുപക്ഷെ നമ്മുടെ പരാജയങ്ങളെയും നമ്മുടെ ദുഃഖങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ശത്രുക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. കാണുമ്പോൾ ചിരിക്കുന്നവരായിരിക്കാം, തോളത്ത് കൈവച്ചുകൊണ്ട് നടക്കുന്നവർ തന്നെയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാരായിരിക്കുന്ന ആളുകൾ പോലും ഉണ്ടായിരിക്കാം. നമ്മുടെ പരാജയങ്ങളിൽ സന്തോഷിക്കുന്ന മനുഷ്യന്മാര്. ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു വിശ്വാസിയുടെ കഷ്ടതയും പ്രയാസവും അവരെ ദുഃഖത്തിനാഴ്ത്തേണ്ടതുണ്ട്. കാരണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികളായിരിക്കുന്ന ആളുകൾ ഏകോദര സഹോദരങ്ങളാണ് എന്നാണ്. അതുപോലെയായിരിക്കണം പെരുമാറേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ കോലം മാറിയിരിക്കുകയാണ്. പേരിന് മാത്രം വിശ്വാസികളായതുകൊണ്ട് തന്നെ ഇതര വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ സന്തോഷിക്കാൻ, ആനന്ദം കൊള്ളാൻ കഴിയുന്നവരായി മാറിയിരിക്കുകയാണ്. അത്തരം ആളുകളോടാണ് നാം പറയുന്നത് നമ്മുടെ കഷ്ടതയെക്കുറിച്ച്, നമ്മുടെ വിഷമത്തെക്കുറിച്ച്, തന്റെ പിതാവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സാമ്പത്തികമായിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ചൊക്കെ ഇത്തരം ആളുകളുടെ മുന്നിൽ പറഞ്ഞാൽ അവർക്ക് സന്തോഷിക്കാനുള്ള വകയല്ലാതെ മറ്റെന്താണുള്ളത്? ഇവിടെയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം അറിയാവുന്ന, സങ്കടങ്ങളുടെ ആഴമറിയാവുന്ന ആ റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയാൻ, ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. റബ്ബേ, എന്റെ സങ്കടങ്ങൾ, എന്റെ വിഷമങ്ങൾ ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്, നീയാണ് പരിഹാരം നൽകേണ്ടവനെന്നാണ്. പകരം എന്തുണ്ടായി? നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച, ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച രണ്ടു മക്കളെയും കൺകുളിർമ നൽകുന്ന രൂപത്തിൽ ചിട്ടാവായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരികെ കൊടുത്തില്ലേ? അതേ റബ്ബിനോട് പറയാൻ നമുക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട്, പറയാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നാണ്. പക്ഷെ പലപ്പോഴും റബ്ബിനോട് മാത്രം പറഞ്ഞിട്ടില്ല, അല്ലെ? എല്ലാ കഷ്ടതകളും പലരോടും പറഞ്ഞു, നാട്ടുകാരോടും വീട്ടുകാരോടും കുടുംബത്തോടും ഒക്കെ പറഞ്ഞു. റബ്ബിനോട് പറഞ്ഞോ? ഇല്ല, റബ്ബിനോട് പറഞ്ഞിട്ടില്ല, അല്ലെ? ഒരു വിശ്വാസി ആദ്യം ചെയ്യേണ്ടത് അതല്ലേ? ഇഷ്ടാവായിരിക്കുന്ന റബ്ബല്ലേ നമ്മൾ അറിയുന്നവൻ, നമുക്ക് കഷ്ടതയുടെ സങ്കടങ്ങളുടെ ആഴമറിയുന്നവൻ ആ റബ്ബല്ലേ? ആ റബ്ബിലേക്കൊന്ന് ആത്മാർത്ഥമായി പറയാൻ നമ്മൾ സന്നദ്ധമായിട്ടുണ്ടോ എന്നാണ്. നോക്കണം നിങ്ങളെ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിന്യാമീനെ കൂടെ നഷ്ടപ്പെട്ടതിനു ശേഷം അവരെ വീണ്ടെടുക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി തന്റെ മക്കളോട് പറയുമ്പോൾ മക്കൾ പറയുന്നുണ്ട്, വീണ്ടെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, കാരണം രാജകൊട്ടാരത്തിലാ പിടിക്കപ്പെട്ടിരിക്കുന്നത്, അവിടുന്ന് കഴിച്ചായി കൊണ്ടുവരാൻ പ്രയാസാണ്. ഈ സമയത്ത് പറയുന്നുണ്ട്, വലാ തൈഅസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ ആശ്വാസത്തെ നിങ്ങൾ ഒരിക്കലും കുറച്ചു കാണരുത്, നിരാശപ്പെടരുത്. ആത്മാർത്ഥമായിരിക്കുന്ന വിശ്വാസത്തോടുകൂടെ, അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ റബ്ബിലേക്ക് നിങ്ങൾ തിരിഞ്ഞുകൊണ്ട് റബ്ബിന്റെ സഹായത്തിന് വേണ്ടി അർത്ഥിക്കുകയാണെങ്കിൽ ഏതു പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് സഹായിക്കാൻ കെൽപ്പുള്ളവരാണ് റബ്ബ്. അതുകൊണ്ട് റബ്ബിന്റെ ആശ്വാസത്തെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. എന്നിട്ട് പറയാൻ, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാ ഇല്ലൽ കാഫിറൂൻ, സത്യനിഷേധികളായിരിക്കുന്ന ആളുകൾക്കല്ലാതെ അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിരാശപ്പെടാൻ കഴിയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിരാശപ്പെടാൻ സമയമായിട്ടില്ല, നമുക്ക് സങ്കടപ്പെടാൻ സമയമായിട്ടില്ല. നമ്മുടെ സങ്കടങ്ങളെ ദൂരീകരിക്കാൻ കഴിയുന്ന റബ്ബ് നമുക്കുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്? പലരും നോക്കും, നിങ്ങൾ ബിസിനസ്സിൽ പരാജയപ്പെടുമ്പോ, അല്ലെങ്കിൽ തനിക്ക് ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും മാനഹാനി, ഒരുപക്ഷെ നിരപരാധിയാണെങ്കിൽ കൂടെ നമ്മുടെ നേരെ വരുമ്പോ ആത്മഹത്യയിലേക്ക് ശരണം പ്രാപിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ കഴിയും. വേറെ ചില ആളുകള് ലഹരിയുടെ മേഖലയിലേക്ക് തിരിയുന്നു, അല്ലെ? ഇവിടെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്ന റബ്ബ് തന്റെ കൂടെയുണ്ട്, താൻ ചോദിച്ചാൽ തരാൻ കെൽപ്പുള്ള റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവിടെയാണ് നമ്മൾക്ക് സാധിക്കേണ്ടത്. മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന്റെ ചരിത്രം നമ്മുടെ മുന്നിലെ പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹം ഒന്നടങ്കം, ഒരു നാട് ഒന്നടങ്കം വ്യഭിചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രകുത്തിയപ്പോ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പോലും സംശയമുളവാക്കി, അതെ അവർ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ സൂറത്തുൻ നൂറിൽ വിശാലമായി പറയുന്നുണ്ടല്ലോ. ആയിഷ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ നടത്തപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹത്തെ അവരെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ആയിഷ, നിനക്ക് വല്ല അബദ്ധവും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവ് പോലും സംശയിക്കുന്നോ എന്ന് തോന്നിക്കുന്ന രൂപത്തില്
എത്രമാത്രം മാനസികമായിരിക്കുന്ന പ്രയാസം ഉണ്ടായിരിക്കുക. അവര് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ റബ്ബിന് കഴിയും എന്ന ആ ഒരു വിശ്വാസത്തോടുകൂടെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവര്. ഫലമെന്തുണ്ടായി? അവരുടെ നിരപരാധിത്വം പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമായി കൊണ്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. അതേ ആ റബ്ബിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, മഹാനായിരിക്കുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ശരീരത്തിൽ താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള വേദനിക്കുന്നതായിരിക്കുന്ന രോഗം നൽകപ്പെട്ടു. 1-2 വർഷങ്ങളല്ല, മുസ്ലികൾ പറയുന്നുണ്ട് 10-18 വർഷത്തോളം അദ്ദേഹം മാരകമായിരിക്കുന്ന രോഗത്തിന് പിടിപെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഭാര്യ പറയുന്നുണ്ട്, റബ്ബിനോടൊന്ന് ചോദിച്ചുകൂടെ, പ്രാർത്ഥിച്ചുകൂടെ നിങ്ങൾക്ക്? കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ? അതേ, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. 10-70 വർഷത്തോളം ഞാൻ അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചിട്ട് ഏതാനും വർഷങ്ങൾക്ക് അല്പം കഷ്ടത ബാധിക്കുമ്പോഴേക്ക് പരാതി പറയാൻ എങ്ങനെ സാധിക്കും? അവസാനം സത്യനിഷേധികളായിരിക്കുന്ന ആളുകൾ പറയാൻ തുടങ്ങി, ഇദ്ദേഹം ഏതോ വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമായി റബ്ബിന്റെ അദാബാണ് എന്ന രൂപത്തിലുള്ള സംസാരം വന്ന സമയത്താണ് അദ്ദേഹം റബ്ബിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, ഇവർ പറയുന്ന സംസാരം നീ കേൾക്കുന്നുണ്ട്, എന്നെ ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ നിനക്കറിയാം റബ്ബേ, അതുകൊണ്ട് നിന്നോടാണ് എനിക്ക് പരാതി പറയാനുള്ളത് എന്നാണ്. 10-18 വർഷക്കാലം പ്രയാസത്തിൽ കഴിച്ചൂട്ടിയ ആ പ്രവാചകന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു മുഅ്ജിസത്തിലൂടെ പരിപൂർണമായും അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന സമ്പത്ത് പടിപടിയായി അദ്ദേഹത്തിന് തിരികെ നൽകി. മരണപ്പെട്ട മക്കൾക്ക് പകരം അതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കാരുണ്യവാനായിരിക്കുന്ന റബ്ബിന്റെ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞു. തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന റബ്ബുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ആ റബ്ബിലേക്ക് മടങ്ങാൻ അദ്ദേഹം തയ്യാറായി എന്നാണ്. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം സങ്കടങ്ങൾ നമുക്കുണ്ടെങ്കിലും പരാതികൾ നമുക്കുണ്ടെങ്കിലും മറുഭാഗത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിരന്തരമായി ഞാനും നിങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ സങ്കടപ്പെടാൻ നമുക്ക് കഴിയില്ല. ക്ഷമിക്കാൻ റബ്ബെനിക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ചില കോട്ടങ്ങൾ പറ്റിയെന്നല്ലേ അത് ഞാൻ സഹിക്കുക, എന്റെ ചെയ്തി കൊണ്ടാണോ എന്ന തോന്നലുകൾ ഉണ്ടാകണം. അവിടെയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ നീനവ പ്രദേശത്തും നിരാശനായി മടങ്ങുന്ന വഴിയില് മത്സ്യത്തിന്റെ വഴറ്റിൽ അകപ്പെട്ടിട്ടൊക്കെ നമുക്ക് ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, വിശ്വാസികളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം സങ്കടങ്ങളും പരിഭവങ്ങളും പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് അവന്റെ ഭാരവെപ്പ് കൊണ്ടാണ് എന്നല്ല, അവൻ ചെയ്തതുകൊണ്ടാണ്, ഇവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നല്ല, നേരെ മറിച്ച് തന്റെ ചെയ്തികൾ കൊണ്ടാണോ എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചിരിക്കുന്നത്, എന്റെ പ്രയാസങ്ങൾ നീ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതെ, നമ്മൾ ചെയ്തിരിക്കുന്ന തിന്മയെക്കുറിച്ച്, നമ്മൾ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോയതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് അതേ റബ്ബിനോട് ഏറ്റുപറഞ്ഞ്, റബ്ബേ, ഞങ്ങളുടെ തിന്മകൾ കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ, സങ്കടപ്പെടാൻ നമുക്ക് കഴിയണം. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ, കുട്ടികളില്ലാതെ നീണ്ട വർഷക്കാലം കഴിച്ചുകൂട്ടിയിരിക്കുന്ന സക്കരിയ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സൂറത്തുൽ മറിയമിന്റെ തുടക്ക ഭാഗത്ത് അങ്ങേയറ്റത്തെ പരാതിയായിട്ട് റബ്ബിലേക്ക് സമീപിക്കുന്ന കാണാൻ കഴിയും. പക്ഷെ നിരാശയില്ല അദ്ദേഹത്തിന്, പരിഭവങ്ങളില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോട് പറയാൻ, എന്റെ തെല്ലുകളെല്ലാം ദുരുമ്പിയിരിക്കുന്നു, ഞാൻ വാർദ്ധക്യത്തിലായി പോയിട്ടുണ്ട്, എന്റെ ഭാര്യയും അതുപോലെ തന്നെ അവർ പ്രസവിക്കാൻ കഴിയുന്ന കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്റെ മരണത്തിനു ശേഷം ഈ ആദർശം നിലനിർത്തിക്കൊണ്ടുപോകാൻ, അഥവാ ഈ സത്യാദർശം ഈ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ എനിക്കൊരു അനന്തരാവകാശി ഇല്ലാതെ പോയല്ലോ റബ്ബേ, എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമ്മാനിക്കുകയുണ്ടായി. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് റബ്ബിലേക്ക് സത്യവിശ്വാസികളായിരിക്കും നമ്മുടെ മുൻഗാമികളായ ആളുകൾ പരാതിപ്പെടുന്നത്, പരിഭവങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടങ്ങളിൽ ക്ഷമ ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ടല്ല, പരിപൂർണമായിരിക്കുന്ന ക്ഷമയോടുകൂടെ, കുറ്റം പറയാതെ, അള്ളാഹുവിന്റെ വിധിയിൽ അതിർത്തി കാണിക്കാതെ റബ്ബിലേക്ക് സങ്കടങ്ങൾ പറയാനും, റബ്ബേ, എന്റെ ഈമാൻ പരീക്ഷിക്കപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതാണ് വിശ്വാസിക്ക് നമുക്കുള്ള പരാതി. കഷ്ടതകൾ വരുമ്പോ, നഷ്ടങ്ങൾ വരുമ്പോ, അരുതായ്മ വല്ലതും പറഞ്ഞു പോകുമോ, വിശ്വാസത്തിൽ പാളിച്ച പറ്റുമോ,
അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുമോ എന്നുള്ള ബേജാറായിരിക്കണം, പേടിയായിരിക്കണം ഒരു വിശ്വാസിക്ക് അള്ളാഹുലേക്ക് ശിക്കായത്ത് നടത്താൻ, അല്ലെങ്കിൽ ആ രൂപത്തില് പരാതി പറയാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതല്ലാതെ പലപ്പോഴും നമ്മൾ റബ്ബിലേക്ക് തിരിഞ്ഞാൽ പോലും നമ്മൾ ചോദിക്കുന്നത് എന്താണ്? റബ്ബെ, ഇത്രമാത്രം കഷ്ടപ്പെടാൻ മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് എന്നാണ് അള്ളാഹാണ് ചോദിക്കുന്നത്. റബ്ബിനോട് ചോദിക്കാൻ, ഈ രൂപത്തിലൊക്കെ കഷ്ടപ്പെടാൻ, ഞാനും എന്റെ കുടുംബവും കഷ്ടപ്പെടാൻ എന്തു തിന്മയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്തിരിക്കുന്ന തിന്മക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ അതാത് സമയത്ത് പിടികൂടാൻ തയ്യാറായാൽ ഒരു നിമിഷം പോലും ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ ഉണ്ടാകൂല. അത്രമാത്രം തമ്മാടിത്തങ്ങൾ ദിനേന ഓരോ ദിവസവും നമ്മൾ കണ്ണുകൊണ്ടും നാവുകൊണ്ടും കാതുകൊണ്ടും മനസ്സുകൊണ്ടും കയ്യുകാലുകൾ കൊണ്ട് ജീവിതത്തിലുടനീളം നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അള്ളാഹുവോട് പറയാൻ, റബ്ബേ, ഇതിന് മാത്രം എന്ത് തെറ്റാണ്? അങ്ങനത്തെ ഒരു പരാതിയല്ലുള്ളത്. നേരെ മറിച്ച് തന്റെ ദൗർബല്യത്തെ കുറിച്ച് മനസ്സിലാക്കി തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പുറകോട്ട് പോയതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു ഭയപ്പാടോടുകൂടെ റബ്ബിലേക്ക് തിരിയാനാണ് ഒരു വിശ്വാസി തയ്യാറാവേണ്ടത്. ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ആനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വെച്ചുകൊണ്ട് ഖൗലാ ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹുമ അവർ പരാതി പറയുന്നുണ്ട് തന്റെ ഭർത്താവിനെ കുറിച്ച്. നമുക്കൊക്കെ ഉണ്ടാകും, നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരുപാട് സങ്കടങ്ങൾ. വാപ്പാനെ കുറിച്ച് ആരോടാ പറയാ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അല്ലേ? ഇങ്ങനെയൊക്കെ ഒരുപാട് പരാതികളുണ്ട്. മക്കളെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള പരാതികൾ പറയാൻ നമുക്ക്. ആരെക്കുറിച്ചും പരാതി പറയാൻ കേൾക്കാൻ സന്നദ്ധമായിരിക്കുന്നു റബ്ബ് നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവരുടെ യൗവനം മുതൽ താൻ ജീവിച്ചിരിക്കുന്ന സ്വാമിത്വ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അദ്ദേഹം പറയാൻ, എന്റെ ഭർത്താവ് ഒരുപാട് കാലം എന്റെ യൗവനങ്ങൾ അവരോടൊപ്പം ജീവിച്ചു തീർത്താൻ വാർദ്ധക്യത്തിന്റെ സമയത്ത് അവർ ദിഹാർ നടത്തിയിരിക്കുകയാണ്. ദിഹാർ നടത്താൻ തലാഖിന് സമാനമായിരിക്കുന്ന രൂപത്തിൽ നീ എന്റെ ഉമ്മയുടെ മുതുകനെ പോലെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാൽ അതോടുകൂടെ തലാഖ് സംഭവിച്ചു എന്ന രൂപത്തിലൊക്കെയാണ്. ആ രൂപത്തിൽ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്കറിയില്ല, മതപരമായിരിക്കുന്ന വിധി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത് നിനക്ക് നിഷിദ്ധമാണ് അവർ എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. വീണ്ടും അവർ പറഞ്ഞു, പല ന്യായങ്ങൾ പറയാൻ തർക്കിക്കുകയാണ്. ഇവിടെയാണ് എല്ലാം അറിയാവുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ വിഷയത്തിൽ ഇടപെടുന്നത്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്. പ്രവാചകനോട് ജിദാൽ നടത്തി, തർക്കം നടത്തി റബ്ബിനോട് അവര് എന്ത് ചെയ്തു? പരാതി പറഞ്ഞു എന്നാണ്. നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. അവർ പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ ഇലൈക അശ്കു ഹാലി, അല്ലാഹുവേ, എന്റെ ഈ അവസ്ഥയെ കുറിച്ച് നിന്നോട് ഞാൻ പരാതി പറയുന്നു. വൻഫിറാദി, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നതിനെ കുറിച്ച്. വഫഖരി, ഇനി ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ പട്ടിണിയാകുന്നതിനെ കുറിച്ചൊക്കെ ആവലാതി പറയാൻ നീയല്ലാതെ വേറെ ആരുമില്ല. ആ സമയത്ത് ആയത്തിറങ്ങുന്നത്. സഹോദരങ്ങളെ, ഇതുപോലെ സങ്കടങ്ങൾ ഒരിക്കലും മനസ്സിൽ ഒളിപ്പിക്കേണ്ടവരല്ല മനുഷ്യൻ. നാട്ടുകാരോടും മുട്ടുകാരോടും കുടുംബത്തോടും പരസ്പരം പറഞ്ഞ് സ്നേഹബന്ധങ്ങൾ മുറിച്ചു കളയേണ്ടവരല്ല വിശ്വാസി. നേരെ മറിച്ച് രഹസ്യമായി പറഞ്ഞാൽ ആ രഹസ്യം രഹസ്യമായി തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന റബ്ബിലേക്ക് തിരിയുക. പരിപൂർണമായിരിക്കുന്ന മനസ്സുറക്കുക. വാപ്പാനെ കുറിച്ച് പരാതിയുണ്ടോ? ഉമ്മനെ കുറിച്ച് പരാതിയുണ്ടോ? ഭാര്യനെ കുറിച്ച് പരാതിയുണ്ടോ? ഭർത്താവിനെ കുറിച്ച് പരാതിയുണ്ടോ? നാട്ടുകാരെ കുറിച്ച്, ഭരണാധികാരികളെ കുറിച്ച് പരാതിയുണ്ടോ? രഹസ്യങ്ങൾ ചോർന്നു പോകാത്ത രൂപത്തിൽ ഒറ്റക്കിരുന്നുകൊണ്ട് ചിട്ടാവായിരിക്കുന്ന റബ്ബിലേക്ക് നമ്മൾ പരാതി പറയുക, ആവശ്യങ്ങൾ ഉന്നയിക്കുക. എല്ലാം തീർത്തരാൻ കഴിയുള്ള റബ്ബ് നമുക്കുണ്ട്. അത് തീർച്ചയായും നിൽക്കുന്ന ചരിത്രം മുൻഗാമികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ റബ്ബിലേക്ക് തിരിയുക, ആ റബ്ബിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ റബ്ബിലേക്ക് ആത്മാർത്ഥമായി തിരിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളെ ഒരിക്കലും നിരാകരിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന വലിയ ഒരു സങ്കടമാണ് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നമ്മുടെ പരാതികൾ കേൾക്കാൻ, നമ്മുടെ പരിഭവങ്ങൾ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ. കൂടെ എല്ലാവരും ഉണ്ട്. ഭാര്യയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഭർത്താവുണ്ട്, ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ഭാര്യയുണ്ട്, കുടുംബങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ പരിഭവങ്ങൾ ഒന്ന് കേൾക്കാൻ ഒരാളില്ലാതെ പോകുന്നു എന്നൊരു തോന്നൽ, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നിരാശപ്പെട്ടുകൊണ്ട് ഇനി എന്തു ചെയ്യുമെന്ന് തോന്നുന്ന ആ രൂപത്തിലേക്കുള്ള അവസ്ഥ. ഇവിടെയാണ് ഒരു വിശ്വാസിക്ക് ഒരിക്കലും നിരാശ ഉണ്ടാകാനേ പാടില്ല.
കാരണം ഇവരെക്കാളെല്ലാം അടുത്തു നിൽക്കുന്നവരും ഈ പറയപ്പെട്ട ആളുകളൊക്കെ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നോ അതിനേക്കാളും എത്രയോ എത്രയോ നമ്മെ സ്നേഹിക്കുന്ന ഒരു റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുമ്പം ആ റബ്ബിലേക്ക് മാത്രമായി മഹാന്മാരായിരിക്കുന്ന അലമാക്കൾ പറയുന്നുണ്ട്, നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രയാസം, പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് അടിവരയിട്ടൊന്ന് മനസ്സിലാക്കി നോക്കും. നിങ്ങൾ നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നം, അത് കുടുംബപരമായിരിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ മറ്റേത് പ്രശ്നമാകട്ടെ, ഏതൊരു പ്രശ്നവും സൃഷ്ടികളായ രണ്ടാമത് ഒരാളോട് പറയാതെ, വേറൊരാളോടും പറയാതെ, ഭാര്യയോട് പറയാതെ, ഭർത്താവിനോട് പോലും പറയാതെ, നേരിട്ട് റബ്ബിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് പരാതി പറയാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അത് പരിഹരിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകൂല എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പിതാവിനെ കുറിച്ചുള്ള പരാതിയാണെങ്കിൽ പോലും നാട് നീളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ചൊക്കെ എല്ലാവരോടും പരാതി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ റബ്ബിനോട് അവസാനം നിരാശപ്പെടുമ്പോൾ മാത്രം റബ്ബിനെ കുറിച്ച് ഓർമ്മ വരുന്നത് ഇല്ല. ഒരു മനുഷ്യന്റെയും കുറിച്ച് കുറ്റം പറയാൻ ഒരാൾക്ക് അവകാശമല്ല. ആപ്പാനും ഉമ്മാനെ കുറിച്ച് മാത്രമൊന്നുമല്ല, ഒരാളെ കുറിച്ച് കുറ്റം പറയാനുള്ള അവകാശം ഒരാൾക്കില്ല. അത് പറയാൻ നമുക്കുണ്ട്, റബ്ബിനോട് പറയാം. നമുക്ക് ബാപ്പാനെ കുറിച്ച് പരാതി പറയാം, ഭർത്താവിനെ കുറിച്ച് പരാതി പറയാം, മക്കളെ കുറിച്ച് പരാതി പറയാം, എല്ലാവരെ കുറിച്ചും പരാതി പറയാൻ കാര്യങ്ങളെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന റബ്ബ് നമുക്കുണ്ടെങ്കിൽ ആ റബ്ബിനോടൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കൂ, തീർച്ചയായും പരിഹാരമുണ്ട് എന്നാണ്. എത്ര കാരുണ്യവാനാണ് അല്ലാഹു ആലോചിച്ചു. നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. ഓരോ ദിവസവും, പലപ്പോഴും നമ്മൾ റമദാൻ മാസം മാത്രം ആലോചിക്കുന്നത്, എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തെ 1/3 ആകുന്ന സമയത്ത്, തഹജ്ജുദിന്റെ ഒരു സമയം എന്ന് പറഞ്ഞ സമയമൊക്കെ ഉണ്ടല്ലോ, റമദാൻ മാസത്തെ അത്താഴം കഴിക്കാൻ വേണ്ടി എണീക്കുന്ന സമയം, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7ാം ആകാശത്തിന് മീതെ നിന്നും 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞാൽ. ഇത് കെട്ടുകഥകളല്ല, പ്രവാചകൻ പറഞ്ഞാൽ നമ്മുടെ റബ്ബ് വിശ്വാസികളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് ചോദിക്കും, യഖൂൽ മൻ യദ്ഉനി ഫഅസ്തജീബ ലഹ്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകാമെന്നാണ്. ഈ ചോദ്യം നമ്മുടെ കാതുകളിൽ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ കേൾക്കണം. ഇതാ റബ്ബിന്റെ വിളി. ആരാ ചോദിക്കാനുള്ളത്? ഞാൻ നൽകാം. ആരാ എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്? ഉത്തരം നൽകാമെന്നുള്ള ചോദിക്കാൻ ആ സമയത്ത് എണീറ്റിരുന്ന് കൃത്യതയോടുകൂടെ വുളൂ ചെയ്ത് റബ്ബിന്റെ മുന്നിൽ 1 റക്അത്തോ അല്ലെങ്കിൽ 3 റക്അത്തോ വിത്ർ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അവക്കിടയിലെ സുജൂദിലാണെങ്കിലും അത്തഹിയ്യാത്തിന്റെ അവസാന ഭാഗത്താണെങ്കിലും അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, ആത്മാർത്ഥമായി നമുക്കറിയാവുന്ന ഭാഷയിൽ കരഞ്ഞുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ അല്ലാഹു പറയാൻ, മൻ യസ്അലുനി ഫഅതിയഹു, എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകുമെന്നാണ്. ഹറാമായ കാര്യമാകരുത്, കുടുംബ ബന്ധം മുറിക്കാനാവരുത്. 2 കണ്ടീഷനാണുള്ളത്. കുടുംബ ബന്ധങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഹറാമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ് ഹറാമാണ് എന്നിട്ട് ബർക്കത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഹലാലായ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും അള്ളാഹ് നൽകാമെന്ന് വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, കരാറ് ലംഘിക്കാത്ത ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ, ചോദിച്ചോളൂ നിങ്ങൾക്ക് ഞാൻ നൽകാം, പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം നൽകാം, പാപമോചനം തേടിക്കോളൂ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് ഓരോ ദിവസവും കാരുണ്യവാനായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ പിന്നാലെയാണ് നമ്മുടെ ജീവിതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സമയവും സമ്പത്തും നമ്മൾ ചെലവഴിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ചില ആളുകൾക്ക് വീടാകാം, കുട്ടികളുടെ മംഗലമായിരിക്കാം, അല്ലെങ്കിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത് പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഹറാമിന്റെ മേഖലയിലേക്ക് പോകുന്നത്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പരീക്ഷണം നടത്തും. നിങ്ങൾ റബ്ബിലേക്കൊന്ന് ആത്മാർത്ഥമായി ഒന്ന് തിരിഞ്ഞോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ, റബ്ബേ, എന്റെ മക്കൾ ഇതാ വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, ഇത് ഇത്രയും വർഷമായി വീടാകുന്ന സ്വപ്നത്തിലേക്ക് എത്തിയിട്ടില്ല, എന്റെ സാമ്പത്തികമായി ഈ രൂപത്തിലാണ്. ചോദിക്കാ, പറയാ. റബ്ബിന്റെ ഖജനാവ് നിറഞ്ഞതാണ്. ആ റബ്ബിലേക്കൊന്ന് തിരിയാൻ വേണ്ടി സന്നദ്ധമാവുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം കൂടെ അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാലോ, ഏതൊരു മനുഷ്യരോടും ഏതൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിലും അവർ ആ ചോദിക്കുന്നവനും ചോദിക്കപ്പെടേണ്ടവനും തമ്മിലുള്ള ഒരു ബന്ധം അതിന്റെ ഇടക്കുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ആവശ്യം ചോദിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധമുള്ളത്, അല്ലേ? ഇവിടെ റബ്ബും നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്ന് നമ്മൾ നോക്കണം. നമ്മൾ വിശ്വാസപരമായി ആ റബ്ബ് നമ്മുടെ നിർബന്ധമായും പറഞ്ഞിരിക്കുന്ന വിശ്വാസം സ്വീകരിക്കാൻ നമ്മൾ റെഡിയായിട്ടുണ്ടോ? എങ്കിൽ അള്ളാഹ് നൽകാൻ റെഡിയാണ്.
ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിർബന്ധ സ്വരത്തോടുകൂടെ നിർവഹിക്കാൻ പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾ റെഡിയാണോ? അള്ളാഹ് നൽകാം. എന്താണ് ഉത്തരവാദിത്തങ്ങൾ? നിർബന്ധ നിസ്കാരങ്ങൾ പോലും നിർവഹിക്കാത്തൊരു മനുഷ്യൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് രാത്രികാലത്ത് നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടാവൂല. നിർബന്ധമായും നിർവഹിക്കേണ്ട നിസ്കാരങ്ങളുണ്ട്, സക്കാത്തുകളുണ്ട്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കടമകളുണ്ട്, ഒരുപാട് ഇല്ലേ? ഇതൊക്കെ നിർവഹിച്ചവനാണെങ്കിൽ ആ അള്ളാഹുവിന്റെ അടിമയെ ദാസയെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും നിരാശപ്പെടുത്തൂല. അതുകൊണ്ട് ചോദിക്കുന്നതിന് മുമ്പ് അല്ലെ, പരാതി പറയുന്നതിന് മുമ്പ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിച്ചു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതോടൊപ്പം ചോദിക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യണം. റബ്ബേ ഇപ്പൊ തരണം, തന്നില്ലെങ്കിൽ ശരിയാവൂല എന്ന് പറയാൻ പറ്റൂല. കാരണം നൽകാനും നൽകാതിരിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് നമ്മൾ ചോദിക്കുന്നത്. താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ ശബ്ദമിടറിക്കൊണ്ട് ശബ്ദം പതുക്കെയാക്കിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കാൻ കഴിയണം. അള്ളാഹ് ഇത് സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ എന്നാണ്. വളരെ ചുരുങ്ങി മറ്റുള്ളവർ കേൾക്കാത്ത രൂപത്തിൽ അദ്ദേഹം അള്ളാഹിനോട് ചോദിച്ചു എന്നാണ്. അതെ, ആ രൂപത്തിലായിരിക്കണം. പ്രതീക്ഷ വേണം. കിട്ടോ ഇല്ലേ അറിയില്ല, അങ്ങനെയല്ല, എന്റെ റബ്ബ് നൽകും എന്ന ഉറച്ച ആ വിശ്വാസം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ വിശ്വാസം റെഡിയായി നമ്മുടെ കടമകൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് പരിഗണിക്കാതിരിക്കുകയില്ല. ഏതുപോലെ ചങ്ക് ഫ്രണ്ട്സിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ, ഞാൻ ചോദിച്ചാൽ എന്തായാലും തരുന്നു അല്ലേ? നമ്മുടെ മക്കൾ എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുമ്പം, വാപ്പയോട് ഒരു കാര്യം ഉന്നയിക്കുമ്പം ആ മക്കൾ അതെ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്റെ വാപ്പ, ചേരാതിരിക്കൂല. അത്ര പോലും ബന്ധം നമ്മുടെ റബ്ബുമായിട്ട് നമുക്കില്ലെങ്കിൽ ചോദ്യം കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് ആ റബ്ബുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം തന്നെ റബ്ബ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് പരമാവധി നൽകാൻ തയ്യാറാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വതക്കകളും ദാനധർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ചോളി, എന്നിട്ട് അത് വെച്ചിട്ട് ചോദിക്കുന്നതാണ്. ഗുഹാവാസികളുടെ ചരിത്രമൊക്കെ പറയാൻ ദീർഘിച്ചു പോകും. ഗുഹയിൽ അകപ്പെട്ട മനുഷ്യന്മാര് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ല, ചെയ്തിരിക്കുന്ന അമലുകൾ ഓരോരുത്തരും പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റിയ എത്ര അമലുണ്ട് നമുക്ക്? റബ്ബിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹ് നൽകുമെന്ന വിശ്വാസത്തോടുകൂടി ചെയ്തിരിക്കുന്ന ഏതൊരു പ്രവർത്തനമുണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ചോദിക്കാൻ കഴിയണം. അതുകൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ നന്മകൾ ചെയ്യുക. എന്ത് പറയാ, റബ്ബേ നിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഇഖ്ലാസോടുകൂടെ ഞാൻ നിർവഹിച്ച 2 റക്അത്ത് 3 റക്അത്ത് ഇതാ ഇന്ന സമ്പത്ത് നൽകണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുപോലെ തന്നെ ആത്മാർത്ഥമായി നമ്മൾ പേടിക്കേണ്ടത് ഹറാമുകൾ കലർന്നൊരു ജീവിതം ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജടകുത്തിയ മുടിയുമായി അങ്ങേറ്റത്തെ വിഷമം അനുഭവിച്ചുകൊണ്ടൊരു മനുഷ്യൻ ആകാശത്തേക്ക് കൈകളെ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, പടച്ചോനെ കൊണ്ടാന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കാനാ? തിന്നത് ഹറാമ്, ഉടുത്തത് ഹറാമ്, താമസിക്കുന്ന ഹറാമ്, ഹറാമിനാൽ ഊട്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഹറാമിൽ നിന്ന് മുക്തമായിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദുനിയാവിലും പരലോകത്തും സങ്കടങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി. ആ റബ്ബ്, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ്, ആ റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് ആ റബ്ബ് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്ന അവസ്ഥയിൽ എവിടെയെങ്കിലും ആ റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് പാഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതെ പാഴ്ചകൾ ഉണ്ട് എന്നാണ്. പാഴ്ചകൾ തിരുത്താതെ രക്ഷയില്ല. ഇനി റബ്ബിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, മറ്റുള്ളവർ സഹായിച്ചോളും എന്നാണെങ്കിൽ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. റബ്ബിന്റെ ഖദാഉം ഖദറും അല്ലാതെ ഒരാൾക്കും സഹായിക്കാനും കഴിയില്ല. ഒരുപക്ഷെ പരീക്ഷണാടിസ്ഥാനത്തിൽ റബ്ബ് പലതും നീട്ടി നൽകിയെന്ന് തോന്നിയേക്കാം. അവിടെ നമ്മള് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. റബ്ബ് മറ്റല്ലാനെ കൊണ്ടല്ലാതെയും കാര്യങ്ങൾ നടക്കുമെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവരുത്. പറഞ്ഞതിന്റെ ആകത്തുക ഇത്ര മാത്രമാണ്. സങ്കടങ്ങളുണ്ട് നമുക്കൊക്കെ, ആവശ്യങ്ങളുണ്ട് നമുക്കൊക്കെ, പലരെക്കുറിച്ചും പരാതികളുണ്ട് നമുക്ക്, പരിഭവങ്ങളൊക്കെ ഉണ്ട്. ആളുകളോട് പറയുന്നതിനു പകരം റബ്ബിലേക്കൊന്ന് തിരിഞ്ഞു പറയാൻ നമ്മൾ സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകളുണ്ട്. പലരൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിട്ടൊന്നാ. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയാനുള്ള സംഗതി വലിയ ഹൈറായിരിക്കുന്ന സംഗതി ഒന്നല്ല. ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അത് വലിയ പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതി ഒന്നല്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ എന്ന് പറയുന്ന സംഗതി പ്രോത്സാഹിക്കപ്പെടേണ്ട സംഗതി ഒന്നല്ല. ഒരു വിശ്വാസം നിർബന്ധമായും ചെയ്യേണ്ട ഒരു പണിയാണ്. തന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. പക്ഷെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ടോ എന്ന് ഇങ്ങനെ പറയാ എന്നുള്ളത് ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു സംഗതിയായിട്ട് കൽപ്പിച്ചിട്ടില്ല. നമുക്ക് പറയാനുള്ളൊക്കെ ചോദിക്കാനുള്ളൊക്കെ അങ്ങോട്ട് പറയാം. നേരിട്ട് എന്തിന് രണ്ടാമത്തെ ഒരാൾ വേണ്ട, നേരിട്ട് അങ്ങോട്ട് റബ്ബേ എനിക്ക് പ്രയാസമുണ്ട്, എന്റെ രോഗം ഇങ്ങോട്ട് പറയാം.
ആ രൂപത്തിൽ ചോദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ കൂട്ടത്തിൽ ഈ രൂപത്തിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് നൽകിയ ആളുകളുണ്ട്. എന്താണെങ്കിലും അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ സാബിർ നമുക്കറിയാലോ, പള്ളിയുടെയൊക്കെ മുമ്പത്തെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടതാണ്. ഇന്നാണ് ജനാസ സംസ്കരണമൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉമ്മയടക്കമുള്ള മുഴുവൻ നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ അദ്ദേഹം ആ തിരക്കിനിടയിൽ ഒന്ന് വീഴ്ന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയൊരു പ്രയാസം, നടക്കാൻ ചെറിയൊരു പ്രയാസം കൊണ്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാവരും പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനേക്കാൾ ഉപരിയായി മരണപ്പെടുന്നതിന് മുമ്പ് പരിപൂർണമായിരിക്കുന്ന മഗ്ഫിറത്ത് നേടിക്കൊണ്ട് വിശ്വാസിയായി കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് അർഹത നേടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب